തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വർഗീയത പ്രയോഗിക്കുന്നവരാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. പറയുന്നത് മതനിരപേക്ഷതയെക്കുറിച്ചാണെങ്കിലും പച്ചയായ വർഗീയത കാണിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല. UDFിൻ്റെ കാര്യത്തിലും സ്ഥിതി ഭിന്നമല്ല. LDFും UDFുമാണ് കേരളത്തിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് വടകരയിൽ കണ്ടത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വളരെ ശക്തമായി ഉന്നയിച്ചതാണ്. ഇപ്പോൾ കാഫിർ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉയർത്തു വന്നിട്ടുള്ളതെങ്കിലും വടകരയിൽ നല്ല നിലയിലുള്ള വർഗീയത ഇരു മുന്നണികളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. UDF പച്ചയായ വർഗീയത അവിടെ കാണിച്ചിട്ടുണ്ട്. LDF അതിനേക്കാൾ നീചമായ വർഗീയത കാണിക്കാനാണ് ശ്രമിച്ചത്. വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കാനുള്ള മത്സരമാണ് അവിടെ നാം കണ്ടത്. കേരളത്തിന് ഒരിക്കലും പാടില്ലാത്ത ഒരു രാഷ്ട്രീയമാണ് LDFും UDFും നടത്തിയത്. കാഫിർ പ്രയോഗം നടത്തിയ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് ചെറിയ ആളുകളല്ല. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കാഫിർ പ്രയോഗം നടത്തിയത് ശരിയായില്ല. നടത്തിയത് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവാണ്, CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയാണ്, ഉന്നത നേതാവാണ്, നേരത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ KK ലതികയ്ക്കെതിരെയും ഈ പ്രയോഗം പ്രചരിപ്പിച്ച മറ്റ് DYFI നേതാക്കൾക്കെതിരെയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുക. അപ്പോൾ സർക്കാർ അവരുടെ ആത്മാർത്ഥത എന്താണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഫിർ പ്രയോഗം നടത്തിയ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകി തെളിഞ്ഞിട്ടുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. അത് ക്രിമിനൽ നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കണം. അതേപോലെ തന്നെ പാർട്ടി എപ്പോഴും CPM പാർട്ടി എപ്പോഴും പറയുന്നത് ഞങ്ങൾ പാർട്ടി ആഭ്യന്തര നടപടികൾ എടുക്കുന്നതാണ്. KK ലതികയ്ക്കും DYFI സംഘത്തിനുമെതിരെ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? ഈ ചോദ്യവും ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, സർക്കാർ കർശനമായ നിയമ നടപടി കാഫിർ പ്രയോഗം നടത്തിയവർക്കെതിരെ എടുക്കണം. രണ്ട്, CPIM പാർട്ടി ആ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പച്ചയായ വർഗീയത പ്രചരിപ്പിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുകയും ചെയ്തു. അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും? ഇത് രണ്ടും ജനങ്ങളുടെ മുമ്പിൽ കിട്ടേണ്ട ഉത്തരമാണ്.